ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 C+, B+, ഗ്രേഡ് കിട്ടിയാൽ ജയിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 C+, B+, ഗ്രേഡുകൾ ലഭിച്ചാൽ ജയിക്കുമോ? അപ്പോൾ നമ്മൾ ആദ്യം A+ ഗ്രേഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അത് വീഡിയോക്കകത്ത് നമ്മൾ തമ്മിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാൽ പോലും നമ്മളത് പറയുമ്പോൾ നമ്മൾ A+ തൊട്ട് തുടങ്ങുകയാണ്. A+ ഗ്രേഡ് എന്ന് പറയുമ്പോൾ 200-ൽ മാർക്ക് വരുമ്പോൾ എത്രയാണ് A+ ഗ്രേഡിന് വേണ്ടി വരുന്നത്? 180 അതിന് മുകളിലേക്കോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് A+ ഗ്രേഡ് ലഭിക്കുന്നത്. അതായത് 200 മാർക്കിൻ്റെ പരീക്ഷയിൽ 180 അതിന് മുകളിലേക്ക് മാർക്ക് ലഭിക്കുന്ന വിഷയങ്ങൾക്കാണ് A+ ലഭിക്കുന്നത്. അതായത് 200 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ 160 മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾ എഴുതിയെടുക്കുന്നത്. അപ്പോൾ CE മാർക്കും ഒക്കെ കൂട്ടിയാൽ പോലും 180 അതിന് മുകളിലേക്കോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് A+ ലഭ്യമാകുക. ഇനി A ഗ്രേഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 75, 80, 85 സ്റ്റേജുകളിലാണ്, 80, 90 ആ സ്റ്റേജുകളിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. 100 മാർക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ 70 അല്ല, ഒരു 80-നും 90-നും ഒക്കെ ഇടയ്ക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് B+ ഗ്രേഡുകൾ മാർക്കായി ലഭിക്കുന്നത്. B ഗ്രേഡിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും താഴും. ഒരു 65-നും 80-നും ഇടയ്ക്കായിരിക്കും B ഗ്രേഡ് വരിക. ഒരു 65-നും 80-നും ഇടയ്ക്കായിരിക്കും. C+ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായും 200-ൽ മാർക്ക് വരുമ്പോൾ C+ ഗ്രേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എന്തായിരിക്കും അവസ്ഥ വരിക? 200 മാർക്കിൻ്റെ വിഷയത്തിനാണെങ്കിൽ 100 അതിൽ താഴെയോ പോകുന്ന ഘട്ടം എത്തുമ്പോഴായിരിക്കും C+ ഘട്ടം. ഞാനിത് വിശദമായ കണക്ക് എൻ്റെ അടുത്തില്ല, പക്ഷേ എന്നാൽ പോലും മുൻ വർഷങ്ങളിൽ വന്ന ഏതാണ്ട് ഊഹങ്ങൾ വെച്ച് മാത്രമാണ് പറഞ്ഞത്. വിശദമായ കണക്ക് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു 100, ചിലപ്പോൾ ഒരു 100, 120 അല്ലെങ്കിൽ ഒരു 90 ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴായിരിക്കും ഒരു C+ ഗ്രേഡ് ലഭിക്കുക. ചിലപ്പോൾ അതിന് മുകളിലേക്ക് ലഭിച്ചു എന്നിരിക്കും. C ഗ്രേഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ C ഗ്രേഡിലേക്ക് വരുമ്പോൾ 80, 85ഓളം സ്റ്റേജിലേക്ക് എത്തും. ഇനി D ഗ്രേഡൊക്കെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, കൃത്യം 48 ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും മിക്കവാറും D ഗ്രേഡോ അതോ D+ ഗ്രേഡോ ഒക്കെ കിട്ടുക. അതായത് ഫസ്റ്റ് ഇയർ 24, സെക്കൻഡ് ഇയർ 24 കൂടെ കൂട്ടി ടോട്ടൽ 48 മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും എന്ത് ചെയ്യുക? D ഗ്രേഡ് കിട്ടുക. ഏതാണ്ട് D ഗ്രേഡ് കിട്ടിയാൽ, അത് ഞാൻ കൃത്യമായിട്ടുള്ള കണക്കല്ല പറയുന്നത്, റിസൾട്ട് വന്നാൽ മാത്രമേ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. പക്ഷേ എന്നാൽ പോലും എന്തുമാത്രമാണ്, ഒരു C+ന് മുകളിലേക്കുള്ള എല്ലാവരും തന്നെ എന്തായിരിക്കും? നല്ലൊരു മാർക്കായി എന്തായാലും പാസ്സാകുമെന്നുള്ളത് 100% ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. C or D+ ഞാൻ എന്ത് ചെയ്യാം? നോക്കിയിട്ട് C+ or C പാസ്സാകുന്ന മാർക്കാണെന്ന് ഞാൻ എന്ത് ചെയ്യാം? സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ വിശദമായ കണക്ക് കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തീർച്ചയായും ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുമെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ അതുവരേക്കും ബൈ.